ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് നല്ല ദമ്മിട്ട ബീഫ് ബിരിയാണീൻ്റെ റെസിപ്പിയാണ്. നമ്മുടെ ഉൽഹിയത്തിൻ്റെ ഇറച്ചി കിട്ടിയ ബീഫ് വെച്ചിട്ടുണ്ടാക്കിയ ബിരിയാണിയാണ് കേട്ടോ. ആദ്യം തന്നെ സവാളയും തക്കാളിയും നല്ലപോലെ അരിഞ്ഞ്, ഒരു 3 സവാളയും 2 തക്കാളിയാണ് ഞാൻ എടുത്തത്. അത് നല്ലപോലെ അരിഞ്ഞ് കുക്കറിലിട്ട് ജസ്റ്റ് ഒരു വിസിലടിച്ചിട്ടുണ്ടായിരുന്നു. ചെറിയൊരു എളുപ്പപ്പണിക്ക് വേണ്ടി ചെയ്തതാണ്. അത് കഴിഞ്ഞ് നമ്മൾ അരി എടുത്തിട്ടുണ്ട്. ചെറിയ മണിയുടെ അരിയാണ് കേട്ടോ ഞാൻ എടുത്തത്. അതൊരു 3 ഗ്ലാസ് അരി എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൽ നല്ലപോലെ വെള്ളമൊഴിച്ച് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഒരു 10-15 മിനിറ്റ് ഞാനത് വെള്ളമൊഴിച്ച് സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് നമ്മുടെ ആവശ്യത്തിന് ഞാൻ സാധാരണ ഒരാൾക്ക് 1 ഗ്ലാസ് അരി എന്നുള്ളതിലാണ് കേട്ടോ എടുക്കാറ്. പിന്നെ റൈസിന് ആവശ്യമുള്ള സ്പൈസസൊക്കെ ഞാൻ ആദ്യം എടുത്തു വെച്ചു. പിന്നെ നമ്മുടെ മീറ്റ് ഉണ്ടല്ലോ, അതായത് ബീഫ് കഴുകി നല്ല വൃത്തിയാക്കി കുക്കറിലിട്ട് വേവിക്കാൻ വേണ്ടി വെക്കുവാണ്. നമ്മൾ ഒരു ഇത്രയും ഏകദേശം നമുക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടല്ലോ, ഇച്ചിരി വലുപ്പത്തിലാണ് ഞാൻ ബീഫ് അരിഞ്ഞെടുത്തത്, ചെറിയ കഷ്ണങ്ങളാക്കാതെ. എന്നാൽ അത്ര വലിയ കഷ്ണങ്ങളും അല്ല. അത് നല്ലപോലെ കഴുകി ഞാൻ നേരെ കുക്കറിലോട്ട് ഇട്ടിട്ട്, പിന്നെ എൻ്റെ വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യണേ. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്യണം. നമ്മൾ ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടിട്ടാണ് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുത്തത്. അത് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷമാണ് കുക്കറിലിട്ട് വിസിലടിച്ചിട്ടുണ്ടായിരുന്നത്. ഞാൻ ഒരു 5-6 വിസിൽ അടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ തന്നെ എനിക്ക് അത്യാവശ്യം വെന്ത് കിട്ടി. പിന്നെ നമ്മൾ റൈസ് വെക്കാനാണ് നോക്കുന്നത് അടുത്തതായിട്ട്. അതിനായിട്ടൊരു പാത്രം റൈസ് വെക്കാൻ പാകത്തിനുള്ള വലിയ പാത്രം ചൂടായതിന് ശേഷം അതിലോട്ട് ആവശ്യത്തിനുള്ള നെയ്യ് ഒഴിച്ചു കൊടുത്തു. പിന്നെ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന സ്പൈസസൊക്കെ അതിലിട്ടൊന്ന് സോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നോർമലായിട്ട് ബിരിയാണിയിലിടുന്ന സ്പൈസസൊക്കെ തന്നെ ഞാൻ ഇട്ടിട്ടുള്ളൂ. കറുവപ്പട്ട, തക്കോലം, ഏലക്കായ, പെരിഞ്ജീരകം, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ തന്നെ ഞാനും ഇട്ടുള്ളൂ. അത് നല്ലപോലെ ഫ്രൈ ചെയ്ത് എടുത്തതിന് ശേഷം ഇടയിൽ കൂടെ ഞാൻ ഇച്ചിരി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇട്ട് നല്ലപോലെ അതിൻ്റെ പച്ചമണം മാറും വരെ നല്ലപോലെ സോട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. ഇത് കഴിഞ്ഞ് നമ്മൾ നേരത്തെ വെള്ളത്തിലിട്ട് വെച്ചിരുന്ന അരി ഉണ്ടല്ലോ, അത് ഒരു അരിപ്പയിലിട്ട് നല്ലോണം വെള്ളം വാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ ഈ സ്പൈസസിലോട്ട് ഇട്ട് പാത്രത്തിലോട്ട് ഇട്ട് നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ലപോലെ ഫ്രൈ ആയിട്ട് വരുമ്പോൾ അതിൽ ആ വെള്ളമൊക്കെ പൊട്ടി ഫ്രൈ ആയി വരുമ്പോൾ നല്ലൊരു മണം വരും, ഒരു പ്രത്യേക മണം വരും. ആ മണം വരുവോളം നല്ലപോലെ ഫ്രൈ ചെയ്തെടുക്കുക. ചെറുതായിട്ട് അടുക്കി പിടിക്കുന്ന പോലൊക്കെ തോന്നും. അങ്ങനെ ഒന്നുമില്ലാതെ നല്ലപോലെ ഇളക്കി ഫ്രൈ ചെയ്തെടുക്കുക. നല്ലപോലെ ഫ്രൈ ആയി വരുമ്പോൾ നമ്മൾ ഇതിലോട്ട് 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം എന്നുള്ള രീതിയിലാണ് നമ്മൾ ഇതിലോട്ട് ഒഴിച്ച് വറ്റിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുവേണ്ടി ഞാൻ കെറ്റിലിൽ ആണ് വെള്ളം ചൂടാക്കിയത്. 2 ഗ്ലാസ് വെള്ളം വെച്ച് അളന്ന് 3 ഗ്ലാസ് അരിക്ക് 6 ഗ്ലാസ് വെള്ളം ഞാൻ അളന്ന് കെറ്റിലിൽ വെച്ചിട്ടാണ് വെള്ളം ചൂടാക്കി എടുത്തിട്ടുണ്ടായിരുന്നത്. അതാകുമ്പോൾ വേഗം ചൂടായി കിട്ടുകയും ചെയ്യും. നമുക്ക് ഇതിലോട്ട് വേഗം ഒഴിച്ച് കൊടുക്കുകയും ചെയ്യാം. ഇതേപോലെ വെള്ളം ഒഴിച്ച് നല്ലപോലെ കട്ടൊന്നും ഇല്ലാതെ ഇളക്കി മിക്സ് ചെയ്തെടുക്കുക. കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം. കാരണം നമ്മുടെ വെള്ളവും അരിയും കൂടിയൊക്കെ ഒന്ന് മിക്സായി ഒന്ന് തിളച്ച് വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. ഈ സമയത്ത് ഞാൻ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഒരു അളവനുസരിച്ച് ഉപ്പ് ഇടുക. എൻ്റെ പേരൻസൊക്കെ പറയും നമ്മുടെ ഉപ്പ് ഇത്തിരി കൂടി നിൽക്കണം. ആ കണക്കിലാണ് ഞാൻ സാധാരണ ഉപ്പിടാറ്. ഇതിൻ്റെ കൂടെ ഞാൻ കുറച്ച് പൈനാപ്പിൾ എസൻസും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മുടെ കുപ്പിയുടെ മൂടിയിൽ ഞാൻ ആ കണക്കനുസരിച്ചാണ് ഇടുന്നത്. ആ മൂടിയിൽ തന്നെ 2 മൂടി പൈനാപ്പിൾ എസൻസാണ് ഞാൻ അതിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് തീ ഒന്ന് കുറച്ചിട്ടിട്ട് മൂടി വെക്കാം. മൂടി വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. എന്നാലേ അത് അരിയൊക്കെ നല്ലപോലെ വെന്ത് കിട്ടുള്ളൂ. തീ കൂട്ടി തന്നെ ഇട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആ വെള്ളം പെട്ടെന്ന് അരി കുടിച്ചെടുക്കത്തേ ഉള്ളൂ, വെന്ത് കിട്ടത്തില്ല. അപ്പം ഞാൻ തീ കുറച്ചിട്ടിട്ട് നല്ലപോലെ മൂടി വെച്ച് ഇടയ്ക്കിടയ്ക്ക് തുറന്ന് ഇളക്കിയാണ് വേവിച്ചെടുത്തത്. നമ്മളിങ്ങനെ ഇളക്കുമ്പോൾ അരി പൊട്ടിപ്പോവാതെയും കൂടി സൂക്ഷിക്കണം. പതുക്കെ ഇളക്കാൻ നോക്കുക. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കണ്ടോ ഇതുപോലെ നല്ല വെന്ത് വരണം. അടുക്കി പിടിക്കാതെ സൂക്ഷിക്കണം കേട്ടോ. നല്ലപോലെ
ഈ ഒരു പരുവം എത്തിക്കഴിഞ്ഞപ്പോൾ ഞാൻ തീ ഓഫ് ചെയ്ത് മൂടി ഒരുത്തിൽ വെക്കുകയാണ് ചെയ്തത്. ഇനി ഞാൻ അടുത്തതായിട്ട് മസാലയാണ് സെറ്റാക്കാൻ പോകുന്നത്. ഞാൻ മസാല സെറ്റാക്കുന്നതിന് മുന്നേ ചട്ടി വെക്കുമ്പോൾ തന്നെ ആദ്യം നമ്മുടെ ഗാർണിഷിങ്ങിന് ആവശ്യമായിട്ടുള്ള സവാളയും അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ വറുത്ത് വെക്കാറുണ്ട്. അതാണ് ഞാൻ ആദ്യം ചെയ്യുക. അതിന് ശേഷമാണ് ആ എണ്ണയിൽ തന്നെ നമ്മുടെ മസാല സെറ്റാക്കി എടുക്കാറുള്ളത്. ഇനി നമ്മുടെ ബീഫ് ഇവിടെ നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് എൻ്റെ പെണ്ണാൾ വന്നവരൊന്ന് വാങ്ങിച്ചുകൊണ്ട് പോകുന്നുണ്ട് കേട്ടോ. അതേ കണ്ടില്ലേ, ബീഫ് വന്ന് വാങ്ങിച്ചുകൊണ്ട് പോയിട്ടുണ്ട് പുള്ളി. നമ്മൾ ആ ചട്ടിയിലേക്ക് പിന്നെ തക്കാളിയും സവാളയും നമ്മൾ നേരത്തെ ജസ്റ്റ് ഒരു കുക്കറിലിട്ട് വിസിലടിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന സവാളയാണ്. അത് ഞാൻ അതിലോട്ട് ഇട്ട് അതിൻ്റെ ഒപ്പം ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റും കൂടി ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തു. പിന്നെ ഞാനതിലോട്ട് നമ്മുടെ പച്ചമുളക് 2 പച്ചമുളകാണ് നടുവ് കീറിയിട്ടത്. പിന്നെ കുറച്ച് വേപ്പില, കുറച്ചധികം വേപ്പില തന്നെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതിൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് വേപ്പില ഇടുന്നത് കാണാൻ പറ്റും. വേപ്പില ഇട്ട് നല്ലപോലെ വാടി വരും. അപ്പോൾ ഞാൻ ആവശ്യത്തിനായിട്ടുള്ള മഞ്ഞൾപ്പൊടി, മുളകും പൊടി, മല്ലിപ്പൊടി ഒക്കെ ഇട്ട് കഴിഞ്ഞിട്ട് അതിൻ്റെ ആ പച്ചമണക്കം മാറി നല്ല പോലെ വഴറ്റിയെടുക്കുകയാണ് ചെയ്തത്. നമ്മൾ നമ്മുടെ കണക്കിനനുസരിച്ചുള്ള മല്ലിപ്പൊടി, മുളക് പൊടിയൊക്കെയാണ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നത്. എനിക്ക് ഈ മല്ലിപ്പൊടി അധികം ഇടുന്ന ഇഷ്ടമല്ല. ഈ ടീസ്പൂൺ വളരെ ചെറുതായതുകൊണ്ടാണ് കുറേ ഇടുന്നത് പോലെ തോന്നുന്നത് കേട്ടോ. പിന്നെ ഉണ്ണികൾക്കൊക്കെ കൂട്ടാനുള്ളതുകൊണ്ട് തന്നെ ഞാൻ എരിവും കുറച്ച് ഇടാറുള്ളൂ. നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കുറച്ച് ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കാം. ഞാൻ വേറെ ബീഫ് മസാലയോ അങ്ങനത്തെ ഒന്നും ഇട്ട് കൊടുക്കാറില്ല. നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന ഗരം മസാല ഉണ്ടല്ലോ, അതാണ് ഞാനിതിൽ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഗരം മസാലയും കൂടി ഇട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുത്തു. കണ്ടു, അതേപോലെ മിക്സ് ചെയ്ത് നല്ല വഴറ്റിയെടുത്തതിന് ശേഷം ഞാൻ നേരത്തെ നമ്മുടെ ബീഫിൽ നിന്ന് തെളിഞ്ഞ് വന്ന വെള്ളം ഉണ്ടല്ലോ, അതിൽ നിന്ന് കുറച്ച് ഇതിലോട്ട് ഒഴിച്ച് നല്ലപോലെ കുറുക്കിയെടുത്തിട്ടുണ്ടായിരുന്നു. ഈ വെള്ളം ഇതിലോട്ടൊഴിച്ച് കുറച്ച് നേരം വേവിച്ച് കഴിയുമ്പോൾ ആ സവാളയും തക്കാളിയും അതിലിട്ട് നമ്മൾ മസാല ഇട്ടതൊക്കെ നല്ല കുറുകുറാന്ന് വരും. അതിൻ്റെ ഇടയിൽ കൂടി ഞാനിടയ്ക്ക് കുറച്ച് കറിവേപ്പിലൊക്കെ തൂവി കൊടുക്കുന്നുണ്ട്. ദെൻ മസാല നല്ല സെറ്റായി വന്നതിന് ശേഷം അതിലോട്ട് ഞാൻ വേവിച്ച് വെച്ച ബീഫ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ബീഫിലോട്ട് ആ മസാലയൊക്കെ നല്ല പോലെ മിക്സ് ചെയ്തെടുക്കുക. അപ്പം നല്ല മണം വരും കേട്ടോ. എനിക്ക് ഈ ഓഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ മണവും രുചിയൊക്കെ വായിൽ വരുന്നുണ്ട്. ഈ സമയത്ത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് കുറച്ച് കുരുമുളകിൻ്റെ പൊടിയും കറിവേപ്പിലൊക്കെ ഇങ്ങനെ തൂവി കൊടുത്തിട്ടാണ് അതിങ്ങനെ വരട്ടി എടുത്തത്. കണ്ടോ, നമ്മുടെ മസാല ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഇടയിൽ കണ്ടില്ലേ, ഞാൻ പറഞ്ഞില്ല എൻ്റെ മോൾ ഓരോന്നോരോന്ന് വാങ്ങിച്ചുകൊണ്ട് പോകുന്നുണ്ട്. ഇനി നമ്മൾ ദമ്മിടാനുള്ള പരിപാടിയാണ്. ഞാനതിൽ നിന്ന് ആദ്യം തന്നെ പകുതി ചോറ് വേറൊരു പാത്രത്തിലോട്ട് മാറ്റി വെച്ചിട്ട് പകുതി ചോറാണ് ആ പാത്രത്തിൽ തന്നെ വെച്ചിരിക്കുന്നത്. അതിലോട്ട് ഞാൻ നേരത്തെ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ബീഫിൻ്റെ ചാറുണ്ടല്ലോ, അതായത് നമ്മൾ ബീഫ് വേവിച്ചപ്പോൾ കിട്ടിയ ചാറ്, അത് ഞാൻ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതിലോട്ട് കുറച്ച് നെയ്യും കൂടി ഒഴിച്ചിട്ടാണ് ഞാൻ ആ മുകളിൽ ഇങ്ങനെ തെളിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം നമ്മൾ വറുത്ത് വെച്ച അണ്ടിപ്പരിപ്പും മുന്തിരിയും പിന്നെ നമ്മുടെ സവാള വറുത്തതും കൂടി കുറച്ച് ഇട്ട് കൊടുത്തു. അതിന് ശേഷം കുറച്ച് ഗരം മസാല അതൊന്ന് തൂവി കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നമ്മുടെ ബീഫിൻ്റെ മസാല നമ്മൾ അതിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുക്കുകയാണ് ചെയ്തത്. എല്ലാം നല്ലപോലെ മിക്സ് ചെയ്തതിന് ഇങ്ങനെ പരത്തി പിടിച്ച് വെച്ചതിന് ശേഷം ബാക്കിയുള്ള ചോറും കൂടി ഞാൻ അതിൻ്റെ മുകളിലേക്ക് ഇട്ട് അതൊന്ന് സെറ്റ് ചെയ്ത് വെച്ച് ആ മറ്റേ നെയ്യുടെ വെള്ളവും പിന്നെ അണ്ടിപ്പരിപ്പും മുന്തിരിയും കിസ്മിസും അണ്ടിപ്പരിപ്പും മുന്തിരിയും സവാള വറുത്തതും ഒക്കെ അതിൻ്റെ മുകളിൽ ഇട്ട് നല്ല ഭംഗിയിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ട് കുറച്ച് നേരം മൂടി വെച്ചു. അത്രേ ഞാൻ ചെയ്തുള്ളൂ. ഞാൻ പിന്നെ ഗ്യാസുമേൽ വെച്ച് അത് ചൂടാക്കുകയൊന്നും ചെയ്തില്ല. ചോറും അതിൻ്റെ ആ ചൂടിൽ തന്നെ അതിരുന്ന് ഒന്ന് ദമ്മാവാണ് കേട്ടോ ചെയ്തത്. ഞാൻ എക്സ്ട്രാ ഒന്നും ചെയ്തില്ല. അത് അവിടെ മൂടി ഒരു അരമണിക്കൂറോളം വെച്ചിട്ടുണ്ടാവും. അതിന് ശേഷമാണ് പിന്നെ നമ്മൾ കഴിക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത്. നല്ല രസമുണ്ടായിരുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ വീഡിയോ ഇഷ്ടമാവണമെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ. കണ്ടില്ലേ, നമ്മുടെ ദം അങ്ങോട്ട് പൊട്ടിച്ചപ്പോൾ ദം ഇട്ടിട്ടില്ല, എന്നാലും അതങ്ങോട്ട് തുറന്നപ്പോൾ നല്ല മണം വരുന്നുണ്ടായിരുന്നു. അതിൽ നിന്ന് എടുത്ത് കുറച്ച് കഴിച്ചുമൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്യണേ. ഇതാണ് കേട്ടോ എൻ്റെ ബീഫ് ബിരിയാണീൻ്റെ റെസിപ്പി. എല്ലാവരും
ട്രൈ ചെയ്ത് നോക്കുക. അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. താങ്ക് യു.